Welcome to Spartans. This session is about RNA translation or protein synthesis. So gene expressionലെ final step ആണ് RNA translation അല്ലെങ്കിൽ protein synthesis. First step എന്തായിരുന്നു? DNA transcription. DNA mRNA ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് transcription. ഇനി ആ mRNA ഒരു പ്രോട്ടീൻ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്, ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് RNA translation. So RNA translation is the process through which the genetic information encoded in messenger RNA or mRNA is converted into a functional protein. The entire process involves decoding the mRNA sequence into a chain of amino acids. അങ്ങനെ ഒരു chain of amino acids ആണ് ഉണ്ടാക്കുന്നത്. So a chain of amino acids is called a functional protein. ആ അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് ഫോൾഡ് ചെയ്തിട്ടാണ് ഒരു ഫങ്ഷണൽ പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. ഈ പ്രോട്ടീൻ ആണ് പിന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. So let's go through the components of RNA translation. RNA translation എന്തൊക്കെ കമ്പോണൻസ് ആണ് ആവശ്യം? ഫസ്റ്റ് മെയിൻ വൺ ആണ് മെസ്സഞ്ചർ RNA or mRNA. ഇവർ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ആയിരിക്കും. DNA യിൽ നിന്നും റൈബോസോമിലേക്ക് ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യും. So they provides a template for protein synthesis. നെക്സ്റ്റ് വേണ്ട ആളാണ് ട്രാൻസ്ഫർ RNA. It is an RNA molecule that carries specific amino acids to the ribosome. റൈബോസോമിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ആളാണ് tRNA. ഈ അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീനിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. പിന്നെ റൈബോസോം എന്ന ഓർഗനൽ ആണ് വേണ്ടത്. അവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പിന്നെ വേറെ കുറച്ച് പ്രോട്ടീൻസും കൂടി ആവശ്യമാണ്. ആൻഡ് ദേ ആർ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ്, ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ആൻഡ് റിലീസ് ഫാക്ടേഴ്സ്. So next is about the enzymes involved in translation. Translationsൽ ഏതൊക്കെ enzymes ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? First enzyme ആണ് amino acyl tRNA synthetase. And this enzyme is responsible for attaching the correct amino acid to its corresponding tRNA molecule. So നമ്മൾ നേരത്തെ പറഞ്ഞു tRNA molecule ആണ് amino acidsനെ പ്രോട്ടീൻ സിന്തസിസിനായിട്ട് റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഓരോ അമിനോ ആസിഡിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു tRNA മോളിക്യൂൾ ഉണ്ടായിരിക്കും. ആ അമിനോ ആസിഡ് tRNA മോളിക്യൂൾ ആയിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുക. സോ ആ ബൈൻഡ് ചെയ്യിക്കുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് അമിനോ അസൈൽ tRNA സിന്തറ്റേസ്. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് tRNA ചാർജിങ്. നെക്സ്റ്റ് അതിൻ്റെ ഒരു റിയാക്ഷൻ ആണ് അമിനോ ആസിഡ് പ്ലസ് tRNA പ്ലസ് ATP ഗീവ്സ് അമിനോ അസൈൽ tRNA പ്ലസ് AMP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഇനി ഈ എൻസൈമിന് മെയിൻ ആയിട്ട് രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. ആക്ടിവേഷൻ ഓഫ് ദി അമിനോ ആസിഡും ട്രാൻസ്ഫർ ഓഫ് ദി അമിനോ ആസിഡ് ടു ദി 3' എൻഡ് ഓഫ് ദി കറസ്പോണ്ടിങ് tRNAയും. So this enzyme will make sure that the tRNA carries the correct amino acid matching the mRNA codon. Next enzyme ആണ് peptidyl transferase, and it is an enzyme seen in the large subunit of the ribosome. റൈബോസോമിന് രണ്ട് സബ്യൂണിറ്റ് ആണുള്ളത്, ഒരു ലാർജ് സബ്യൂണിറ്റും ഒരു സ്മോൾ സബ്യൂണിറ്റും. So what is the role of this peptidyl transferase? It catalyzes the formation of a peptide bond between two amino acids during elongation. ഇലോങ്ങേഷൻ ഫേസിന്റെ സമയത്ത് രണ്ട് അമിനോ ആസിഡ്സ് തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സാണ് ആര് ചെയ്യുന്നത്? പെപ്റ്റിഡൽ ട്രാൻസ്ഫറേസ് ചെയ്യുന്നത്. സോ ഒരു പ്രോട്ടീൻ മോളിക്യൂളിൽ പെപ്റ്റൈഡ് ബോണ്ട്സ് ആണല്ലോ ഉണ്ടാവുക. രണ്ട് അമിനോ ആസിഡും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. സോ ദ റിയാക്ഷൻ ഈസ് പെപ്റ്റിഡൽ tRNA പ്ലസ് അമിനോ അസൈൽ tRNA ഗീവ്സ് പെപ്റ്റിഡൽ tRNA എക്സ്റ്റെൻഡഡ് പ്ലസ് ഫ്രീ tRNA. സോ പെപ്റ്റിഡൽ tRNA എന്ന് പറഞ്ഞാൽ ഈ പെപ്റ്റൈഡ് ചെയിനും tRNAയും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കും. അതിനെയാണ് പെപ്റ്റിഡൽ tRNA എന്ന് പറയുന്നത്. അതായത് tRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പെപ്റ്റിഡൽ ചെയിൻ. ഇനി അമിനോ അസൈൽ tRNA എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആരുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും? tRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഇതിനെയാണ് അമിനോ അസൈൽ tRNA എന്ന് പറയുന്നത്. റൈബോസോമിന്റെ ലാർജർ സബ് യൂണിറ്റിൽ രണ്ട് സൈറ്റ് ആണുള്ളത്. ഒന്ന് P സൈറ്റ്, പെപ്റ്റിഡൽ സൈറ്റ്, പിന്നെ ഉള്ളത് A സൈറ്റ് ആണ്, അമിനോ അസൈൽ സൈറ്റ്. സോ ഈ പെപ്റ്റിഡൽ ട്രാൻസ്ഫറേസിന്റെ ജോലി എന്താ? ഈ P സൈറ്റിലുള്ള tRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോളി പെപ്റ്റൈഡ് ചെയിനിനെ A സൈറ്റിലുള്ള tRNAയിലെ അമിനോ ആസിഡിലേക്ക് മാറ്റാം. എന്നാലല്ലേ ആ പോളി പെപ്റ്റൈഡ് ചെയിൻ വളരുള്ളൂ, ഇലോങ്ങേറ്റ് ചെയ്യുള്ളൂ. സോ ദിസ് ഇസ് ദ റോൾ ഓഫ് പെപ്റ്റിഡൽ ട്രാൻസ്ഫറേസ്, ഇലോങ്ങേഷൻ ഓഫ് ദി പോളി പെപ്റ്റൈഡ് ചെയിൻ or the formation of peptide bond between two amino acids. So okay, look at this picture. ഈ അമിനോ ആസിഡ്സിന് വേണ്ടി കോഡ് ചെയ്യുന്നത് ഈ RNAയിൽ കാണുന്ന ട്രിപ്ലറ്റ്സ് കോഡോൺസ് ആണ്. കണ്ടോ? ഈ U എന്ന് പറയുന്നത് യുറാസിൻ, C ഫോർ സൈറ്റോസിൻ, A അഡെനിൻ ആൻഡ് G ഫോർ ഗുവാനിൻ. അങ്ങനെ U മൂന്ന് യുറാസിൽ മോളിക്യൂൾസ് വന്നാൽ അവിടെ ഉണ്ടാവുന്ന മോളിക്യൂളാണ് എന്ത്? ഫീനൈൽ അലാനിൻ. പിന്നെ UUA, UUG അവിടെ കോഡ് ചെയ്യപ്പെടുന്ന അമിനോ ആസിഡാണ് ലൂസിൻ. നെക്സ്റ്റ് ആണ് ഈ വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ബാക്കി അമിനോ ആസിഡ്സ്. അങ്ങനെ മെയിൻ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് 20 അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീനിന് വേണ്ടിയിട്ട് കോഡ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, ഈ AUG കോഡ് ചെയ്യുന്നത് മെത്തിയോണിൻ ആണ്. ഇതാണ് സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കോഡിങ്ങിന് സ്റ്റാർട്ടിൽ ആക്ട് ചെയ്യുന്നത് AUG ആണ്, പ്രോട്ടീൻ സിന്തസിസിന്റെ സ്റ്റാർട്ടിങ്.
പിന്നെ വരുന്നത് സ്റ്റോപ്പ് കോഡോൺസ് ആണ് UAA, UAG, UGA. ഇവിടെ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ്, അതായത് പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് നോട്ട് ചെയ്യുക, സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോൺസും. ഇനി ഈ പിക്ചർ നോക്കുക, ദിസ് AUG കോഡ്സ് ഫോർ മെത്തിയോണിൻ, പിന്നെ CCG പ്രോളിൻ, അങ്ങനെ ഈ അമിനോ ആസിഡ്സിന്റെ ചെയിൻ ഇങ്ങനെ ഉണ്ടായി ലാസ്റ്റ് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന എൻസൈം ആണ് GTPase എൻസൈംസ്. സെവറൽ GTPase എൻസൈംസ് ആർ ഇൻവോൾവ് ഇൻ ട്രാൻസ്ലേഷൻ. വേരിയസ് സ്റ്റെപ്സിൽ GTPase എൻസൈംസിന്റെ റോള് കാണുന്നുണ്ട്. ഇവരുടെ ജോബ് എന്ന് പറയുന്നത് ഈ GTP ഹൈഡ്രലൈസ് ചെയ്തിട്ട് GDP ആക്കി മാറ്റുക, എന്നിട്ട് വേരിയസ് സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ലേഷനിൽ എനർജി പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ മെയിനായിട്ട് ഈ EFTU ഒന്ന് നോക്കുക, ഇലോങ്ങേഷൻ ഫാക്ടർ TU. ദിസ് വിൽ ഹെൽപ്സ് ഡെലിവർ അമിനോ അസൈൽ tRNA ടു ദ റൈബോസോംസ് A സൈറ്റ്. പിന്നെ റിലീസ് ഫാക്ടർ 3 RF3ന്റെ റോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് വിൽ അസിസ്റ്റ് ഇൻ ദ റിലീസ് ഓഫ് ദി കംപ്ലീറ്റഡ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഡ്യൂറിംഗ് ടെർമിനേഷന്റെ സമയത്ത് കംപ്ലീറ്റ് പോളിപെപ്റ്റൈഡിന്റെ ചെയിൻ റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീൻ ആണ് റിലീസ് ഫാക്ടർ 3 അല്ലെങ്കിൽ RF3. അടുത്ത എൻസൈം ആണ് സിഗ്നൽ പെപ്റ്റിഡേസ്. സോ ഈ സിഗ്നൽ പെപ്റ്റിഡേസിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടാകുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ ഇമ്മച്ചുർ ആയിരിക്കും. സോ അവരിലെ ഒരു ഷോർട്ട് പെപ്റ്റൈഡ് സീക്വൻസ് ആയിട്ടുള്ള സിഗ്നൽ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു സീക്വൻസിനെ ആര് ക്ലീവ് ചെയ്യും? സിഗ്നൽ പെപ്റ്റിഡൈസ് ക്ലീവ് ചെയ്യും. അങ്ങനെയാണ് അവർ മെച്ചുർ ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ട് മാറിയിട്ട് സ്പെസിഫിക് ലൊക്കേഷൻസിലേക്ക് എത്തുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനീഷ്യേഷൻ. ഇനീഷ്യേഷനിൽ നടക്കുന്ന എന്തൊക്കെയാ? സ്മോൾ റൈബോസോമൽ സബ് യൂണിറ്റ് ബൈൻഡിങ്, സ്കാനിങ് ഫോർ ദ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ബൈൻഡിങ് ഓഫ് ദ ഇനീഷ്യേറ്റർ tRNA. ഈ സ്മോൾ റൈബോസോമൽ സബ് യൂണിറ്റ് ബൈൻഡിങ്ങിൽ ഈ സബ് യൂണിറ്റ് ഓഫ് ദി റൈബോസം mRNAയുടെ ഒരു സ്പെസിഫിക് സീക്വൻസിൽ വെച്ചിട്ട് ബൈൻഡ് ചെയ്യും. യൂക്കാരിയോട്ടിക് സെൽസിൽ ഇതൊരു 5' ക്യാപ്പ് ആയിരിക്കും. പ്രൊകാരിയോട്ടിക് സെൽസിൽ ഇറ്റ് ബൈൻഡ്സ് ടു എ സീക്വൻസ് വിച്ച് ഇസ് നോൺ ആസ് ഷൈൻ-ഡെൽഗാർനോ സീക്വൻസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്കാനിങ് ഫോർ ദ സ്റ്റാർട്ട് കോഡോൺ. അങ്ങനെ ഈ റൈബോസം mRNAക്ക് വേണ്ടി mRNAയിലെ ഒരു സ്റ്റാർട്ട് കോഡോണിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യും. സ്റ്റാർട്ട് കോഡോൺ ആരാ? AUG. ആൻഡ് ദിസ് AUG വിൽ കോഡ് ഫോർ ദി അമിനോ ആസിഡ് മെത്തിയോണിൻ. ഇനി നെക്സ്റ്റ് ആണ് ബൈൻഡിങ് ഓഫ് ദ ഇനീഷ്യേറ്റർ tRNA. അങ്ങനെ ഉണ്ടാകുന്ന ഇനീഷ്യേറ്റർ tRNA ആരെയാണ് ക്യാരി ചെയ്യുന്നത്? മെത്തിയോണിനെയാണ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് ദേ വിൽ ബൈൻഡ് ദ സ്റ്റാർട്ട് കോഡോൺ വയ ഇറ്റ്സ് ആന്റി കോഡോൺ. അവരുടെ ആന്റി കോഡോൺ, tRNAയിൽ ഉണ്ടാവുക ആന്റി കോഡോണാ, ആ ആന്റി കോഡോണ് സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് ബൈൻഡ് ചെയ്യും. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് അസംബ്ലി ഓഫ് ദി ലാർജ് റൈബോസോമൽ സബ് യൂണിറ്റ്. ഈ tRNAയിൽ കാണുന്ന ഈ ആന്റി കോഡോണും ഒരു ട്രിപ്ലറ്റ് ആണ്. ഈ ട്രിപ്ലറ്റ് വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്സ്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംബ്ലി ഓഫ് ദ ലാർജ് സബ് യൂണിറ്റ് ആണ് റൈബോസോമിന്റെ. അപ്പോൾ ഈ ലാർജ് സബ് യൂണിറ്റ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? റൈബോസോമിന്റെ A സൈറ്റ്, അമിനോ അസൈൽ സൈറ്റ്, അവിടേക്കാണ് tRNAs വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ വരുന്ന സൈറ്റാണ് P സൈറ്റ് അല്ലെങ്കിൽ പെപ്റ്റിഡൽ സൈറ്റ്. അതാണ് ഈ ഗ്രോയിങ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിനിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ലാസ്റ്റ് സൈറ്റാണ് E സൈറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് സൈറ്റ്, വെർ tRNAs എക്സിറ്റ് ദ റൈബോസം ആഫ്റ്റർ ഡെലിവറിംഗ് ദെയർ അമിനോ ആസിഡ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷനിൽ എന്താ നടക്കുന്നത്? റൈബോസോംസ് mRNAയുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് അമിനോ ആസിഡ്സിനെ ഗ്രോയിങ് പോളിപെപ്റ്റൈഡ് ചെയിനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഇലോങ്ങേഷൻ. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? കോഡോൺ റെക്കഗ്നിഷൻ, tRNA ബൈൻഡിങ്, പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ലോക്കേഷൻ. സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? കോഡോൺ റെക്കഗ്നിഷൻ. ഇവിടെ റൈബോസോം ഈ mRNAയിലെ കോഡോൺസിനെ റീഡ് ചെയ്യും, എന്നിട്ട് ആ സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡിനെ ആര് വന്ന് ബൈൻഡ് ചെയ്യും? tRNA അതിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ആ അമിനോ ആസിഡിനെ A സൈറ്റിലേക്ക്, റൈബോസോമിന്റെ A സൈറ്റിലേക്ക് മാറ്റും. എന്നിട്ട് സർട്ടൻ അമിനോ ആസിഡ്സ് തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ഉണ്ടാക്കും. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ദ റൈബോസം കാറ്റലൈസസ് ദ ഫോർമേഷൻ ഓഫ് ദി പെപ്റ്റൈഡ് ബോണ്ട് ബിറ്റ്വീൻ ദി അമിനോ ആസിഡ് ഇൻ ദ P സൈറ്റ് ആൻഡ് ദ അമിനോ ആസിഡ് ഇൻ ദ A സൈറ്റ്. അങ്ങനെ A സൈറ്റിലും P സൈറ്റിലും അമിനോ ആസിഡ്സ് തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കും. ഇത് ചെയ്യുന്ന എൻസൈം ആണ് പെപ്റ്റിഡൽ ട്രാൻസ്ഫറേസ്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ട്രാൻസ്ലോക്കേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ദ റൈബോസം മൂവ്സ് വൺ കോഡോൺ ഫോർവേഡ് ഓൺ ദി mRNA ആൻഡ് ദ tRNA ഇൻ ദ P സൈറ്റ് മൂവ്സ് ടു ദ E സൈറ്റ്. അങ്ങനെ P സൈറ്റിലുള്ള tRNA E സൈറ്റിലേക്ക് മാറും. പിന്നെ റൈബോസം ഒന്ന് എക്സിറ്റ് ചെയ്ത് പോകും. ബൈ ദ tRNA ഇൻ ദ A സൈറ്റ് ഷിഫ്റ്റ് ടു ദ P സൈറ്റ്. അങ്ങനെ A സൈറ്റിലുള്ള tRNA P സൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ടോട്ടൽ സ്റ്റെപ്പ് ഇൻ ഇലോങ്ങേഷൻ. തേർഡ് സ്റ്റെപ്പാണ് ടെർമിനേഷൻ. ടെർമിനേഷനിൽ എന്താ നടക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ റൈബോസം റീച്ചസ് എ സ്റ്റോപ്പ് കോഡോൺ ഇൻ ദ mRNA. mRNAയിൽ ഒരു സ്റ്റോപ്പ് കോഡോണിൽ എത്തുമ്പോഴാണ് ടെർമിനേഷൻ സംഭവിക്കുന്നത്. സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്? UAA, UAG ഓർ UGA. അങ്ങനെ സ്റ്റോപ്പ് കോഡോണിൽ എത്തി റൈബോസം വിച്ച് ഡസ് നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. നെക്സ്റ്റ് ആണ് ബൈൻഡിങ് ഓഫ് ദ റിലീസിംഗ് ഫാക്ടർ. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് കോഡോണിൽ എത്തിയതിനു ശേഷം ഒരു റിലീസ് ഫാക്ടർ വന്നിട്ട് ഈ സ്റ്റോപ്പ് കോഡോൺ A സൈറ്റിലുള്ള സ്റ്റോപ്പ് കോഡോണിന്റെ മേലെ ബൈൻഡ് ചെയ്യും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ പോളിപെപ്റ്റൈഡ് റിലീസ് ആണ് അവിടെ നടക്കുന്നത്. Ribosome catalyzes the release of the completed polypeptide chain from the tRNA in the P site. അങ്ങനെ P സൈറ്റിലെ
കംപ്ലീറ്റ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിനെ റിലീസ് ചെയ്യും. ഫോർത്ത് സെപ്പറേറ്റ് ആൻഡ് mRNA ആൻഡ് tRNA ആർ റിലീസ്. ഇവിടെ റൈബോസോംസിന്റെ സബ് യൂണിറ്റ്സ് ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ എ സൈറ്റ്, പി സൈറ്റ്, ഇ സൈറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് mRNAയും tRNAയും സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്യും. അസംബ്ലി. സോ എന്തൊക്കെയാണ് ടെർമിനേഷനിലെ സ്റ്റെപ്സ്? സ്റ്റോപ്പ് കോഡൺ റെക്കഗ്നിഷൻ, ബൈൻഡിങ് ഓഫ് ദ റിലീസിംഗ് ഫാക്ടേഴ്സ്, പോളിപെപ്റ്റൈഡ് റിലീസ് ആൻഡ് റൈബോസം ഡിസ്അസംബ്ലി. സോ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് ഇൻമെച്ചുർ ആയിരിക്കും, അവർ ഫങ്ഷണൽ അല്ല. അവർ ഫങ്ഷണൽ ആയിട്ട് മാറണമെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് നടത്താനുണ്ട്. അതിൽ ഫസ്റ്റ് 3 മോഡിഫിക്കേഷൻസ് ആണ് പ്രോട്ടീൻ ഫോൾഡിംഗ്, ക്ലീവേജ് ആൻഡ് ഫോസ്ഫോറിലേഷൻ. ഇതിൽ പ്രോട്ടീൻ ഫോൾഡിംഗ് ചെയ്യുന്നത് ഷാപ്രോൺ പ്രോട്ടീൻസ് ആണ്. ഇവരാണ് പ്രോട്ടീൻ ഫോൾഡിങ്ങിൽ അസിസ്റ്റ് ചെയ്യുന്നത്. മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ് ക്യാൻ ലീഡ് ടു ഡിസീസസ് ലൈക്ക് അൽഷിമേഴ്സ് ആൻഡ് പാർക്കിൻസൺ. നെക്സ്റ്റ് ആണ് ക്ലീവേജ്. ഈ പ്രോട്ടീൻ മോളിക്യൂൾസിൽ കാണുന്ന സിഗ്നൽ പെപ്റ്റൈഡ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലീവേജ്. തേർഡ് ആണ് ഫോസ്ഫോറിലേഷൻ. ഇനി ഫോസ്ഫോറിലേഷനിൽ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആണ് നടക്കുന്നത്. എവിടേക്ക്? സെറിൻ, ത്രിയോണിൻ, ടൈറോസിൻ എന്നീ പറഞ്ഞ അമിനോ ആസിഡ്സിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ബൈ ദ എൻസൈം കൈനേസസ്. നെക്സ്റ്റ് ഇസ് ഗ്ലൈക്കോസിലേഷൻ, അഡീഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഗ്രൂപ്പ് ടു സ്പെസിഫിക് അമിനോ ആസിഡ്സ്. ആൻഡ് ദെൻ അസറ്റൈലൈസേഷൻ, അഡീഷൻ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ്സ് ടു ലൈസിൻ റെസിഡ്യൂസ്. ലൈസിൻ ഒരു അമിനോ ആസിഡ് ആണ്. മിഥൈലേഷൻ, അഡീഷൻ ഓഫ് മീഥൈൽ ഗ്രൂപ്പ്സ് ടു ലൈസിൻ ഓർ അർജിനിൻ റെസിഡ്യൂസ്. Ubiquitination, attachment of ubiquitin molecules to a protein. Function ആണ് mark proteins for degradation by the proteasome. Lipidation, addition of lipid groups to a protein. Disulfide bond formation, formation of covalent bonds between cysteine residues. Cysteine എന്താ amino acid. Hydroxylation, addition of hydroxyl groups to proline or lysine residues. ഈ proline lysine ഒക്കെ amino acids ആണ്. Function എന്ന് പറയുന്നത് important for the stability of collagen. Collagen ഒരു പ്രോട്ടീൻ ആണ്. ഇനി കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ട്രാൻസ്ഫർ RNA? tRNAയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താ ട്രാൻസ്ലേഷൻ്റെ ടൈമിൽ? സിന്തസൈസിങ് mRNA, carrying amino acids to the ribosome, catalyzing peptide bond formation, unwinding of the DNA double helix. ഇതിന്റെ ആൻസർ എന്താ? ആൻസർ ബി, carrying amino acids to the ribosome. Second question, in prokaryotic translation initiation, which sequence on the mRNA does the 16 srRNA of the small subunit ribosomeന്റെ small subunit ആരായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ എ, ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. Question number 3, which enzyme is responsible for forming peptide bonds between amino acids during translation? ഏത് enzyme peptide bonds ഉണ്ടാക്കുന്ന amino acids തമ്മിൽ? The answer is answer C, peptidyl transferase. Fourth question, what is the role of the 5-cap structure in eukaryotic mRNA translation? എന്താ 5-capന്റെ റോള് സ്ട്രക്ചറിന്റെ? എ ആണോ, ബി ആണോ, സി ആണോ, അല്ലെങ്കിൽ all of the above ആണോ? The answer is all of the above. Protects mRNA from degradation, facilitates ribosomal binding, and assists in nuclear transport. Question number 5 ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. Which of the following statements about the genetic code is true? It is ambiguous, universal, it is unambiguous, it is only used in prokaryotes. ഈ ambiguous എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ട്രിപ്ലറ്റ് കോഡോണിന്റെ കേസ് ശ്രദ്ധിച്ചില്ല നിങ്ങൾ ആ ബോക്സിൽ? കുറച്ച് കോഡോൺസ്, ഒന്നിലധികം ട്രിപ്ലറ്റ് കോഡോൺസ് ഒരേ അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ കോഡോൺ ഒരു അമിനോ ആസിഡിന് വേണ്ടി മാത്രമേ കോഡ് ചെയ്യുള്ളൂ. അതാണ് ആംബിഗ്വസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഇറ്റ് ഈസ് ആംബിഗ്വസ്. അത് കറക്റ്റ് ആണ് കേട്ടോ. ഇതിലെ ഓപ്ഷനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഇറ്റ് ഈസ് ആംബിഗ്വസ് എന്നുള്ളത് കറക്റ്റ് ആണ്. യൂണിവേഴ്സൽ അക്രോസ് ഓൾ ഓർഗാനിസംസ് എന്നുള്ളതും കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ ആൻഡ് ബി. നെക്സ്റ്റ് ആണ് 6th ക്വസ്റ്റ്യൻ. During translation elongation, which site on the ribosome does the incoming tRNA enter? ആരാ ചെയ്യുന്നത്? എ സൈറ്റ്. എ സൈറ്റിലേക്കാണ് tRNA എൻറ്റർ ചെയ്യുന്നത്. 7th ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a post translational modification? ഇതിൽ ഏതാണ് അതല്ലാത്തത്? ആൻസർ സി, സ്പ്ലൈസിംഗ്. അതാണ് ഇതിലെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ വരാത്തത്. 8th ക്വസ്റ്റ്യൻ, ഇൻ യൂക്കാരിയോട്ടിക് സെൽസ് വേർ ഡസ് ട്രാൻസ്ലേഷൻ ഓക്കർ? യൂക്കാരിയോട്ടിക് സെൽസിൽ ട്രാൻസ്ലേഷൻ നടക്കുക സൈറ്റോപ്ലാസത്തിലാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, സൈറ്റോപ്ലാസം. Question 9, which of the following antibiotics inhibits bacterial translation by binding to the 50S ribosomal subunit? ഇതിന്റെ ആൻസർ ആണ് ആൻസർ സി, എറിത്രോമൈസിൻ. 10th question, what is the function of the release factor in translation termination? അതിന്റെ ആൻസർ ആണ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, it recognizes the stop codon and promotes the release of the polypeptide chain. Thank you.